ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടിയതിൽ പ്രോസിക്യൂഷനെതിരെ മന്ത്രി കെ മുരളീധരൻ. പ്രോസിക്യൂഷൻ ജാഗ്രത പാലിച്ചില്ല. നിയമ പഴുതിലൂടെയാണ് മോഹൻദാസിന് ജാമ്യം കിട്ടിയത്. സർക്കാർ ഇത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മോഹൻദാസിൻ്റേത് പ്രോസിക്യൂഷൻ കാര്യക്ഷമമായില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന രാക്ഷസം. എന്താണെന്ന് അറിയില്ല. അത് അന്വേഷിച്ച് ഗവൺമെൻറ് നടപടിയെടുക്കും. ഒരിക്കലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് ചാർത്തിയത്. കാരണം അങ്ങനത്തെ വർത്തമാനമാണ് പറഞ്ഞപ്പോൾ സമരം ചെയ്യുന്നവരൊക്കെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നാളെ എന്താ പറയുക, എല്ലാ മന്ത്രിമാരെയും ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി അവസാനിക്കുന്നത്? ഇത് വെടിവെക്കലാണോ ജോലി? അപ്പോൾ അതിൽ ശക്തമായുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ലൂപ്പ് ഹോളിൽ ജാമ്യം കിട്ടിയതാണ്. എന്നാലും ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എന്തായാലും ഗുരുതരമായ കുറ്റമാണ് ചെയ്തത് എന്ന കാര്യത്തിൽ മന്ത്രി കെ മുരളീധരനും തർക്കമില്ല. കാരണം ടി.ജി. മോഹൻദാസ് ഗുരുതരമായ കുറ്റമാണ് ചെയ്തത്. പക്ഷേ ഒരു ചില ലൂപ്പ് ഹോളുകൾ ഉണ്ടായി. അതുവഴിയാണ് പുറത്തേക്ക് വന്നത്. പ്രോസിക്യൂഷനെതിരെയുള്ള വിമർശനമാണ് മന്ത്രി നടത്തുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെയും ആ തരത്തിൽ പറയാം, ഒരു ഒളിയമ്പാണ് എന്ന് പറയാം. തീർച്ചയായും രുചിഷ്, ടി.ജി. മോഹൻദാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജൂലൈ 27-ാം തീയതി ടി.ജി. മോഹൻദാസിനെതിരെ കലാപാഹ്വാനം, ചേരിതിരിഞ്ഞ് ലഹളയുണ്ടാക്കാൻ ശ്രമിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തിരുവനന്തപുരം സൈബർ പോലീസ് കേസ് എടുക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ചെർളായിൽ നിന്ന്, കൊച്ചി മട്ടാഞ്ചേരിയിലെ ചെർളായിൽ നിന്ന് ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് പുലർച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. ഈ സമയത്തൊക്കെ തന്നെ ഇത്രയും വലിയൊരു കേസ്, ഇത്ര വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകളാണെന്ന് മന്ത്രി തന്നെ പറയുമ്പോഴും ഇത്രയധികം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പ്രാഥമികമായി വ്യക്തമാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പ്രോസിക്യൂഷനും ജാഗ്രത കുറവുണ്ടായി, അല്ലെങ്കിൽ ജാഗ്രത പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ മുരളീധരനും പറയുന്നത്. അപ്പോൾ പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടായി, അതിനോടൊപ്പം തന്നെ പോലീസിനും വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്ന് ഒരു മന്ത്രി തന്നെ എടുത്തു പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടി.ജി. മോഹൻദാസിന് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ കർശന ഉപാധികളോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അടുത്ത 3 ദിവസങ്ങൾ, അഥവാ ഇന്നു മുതൽ അടുത്ത 2 ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോഴെല്ലാം ഈ ഇത്തരത്തിൽ സ്റ്റേഷനിൽ ഹാജരാകണം, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നീ കർശന ഉപാധികളോടുകൂടിയാണ് ടി.ജി. മോഹൻദാസിന് CJM കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം അനുവദിച്ചതിൽ പ്രോസിക്യൂഷന് ജാഗ്രത പാലിച്ചില്ല. ഒരു ലൂപ്പ് ഹോളിലൂടെയാണ് ഇത്തരത്തിൽ ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിക്കപ്പെട്ടത്. ഇത് സർക്കാർ പരിശോധിക്കും എന്നാണ് മന്ത്രി കെ മുരളീധരൻ പറയുന്നത്. അപ്പോൾ ആ ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയത് പോലീസാണ് എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ പോലീസിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നാണ് കാണേണ്ടത്. കാരണം ഈ ജാമ്യാപേക്ഷ റദ്ദാക്കണം, അല്ലെങ്കിൽ ഈ ടി.ജി. മോഹൻദാസിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. രുചീഷ്. ശരി ഹാൻസ്.